ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ, സിനിമയ്ക്ക് പോകാമെന്ന്. മോഹൻലാലിൻ്റെ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, തുടരും. അപ്പം അത് പോയി കാണാമെന്ന് വിചാരിച്ചു. മിറാജ് സിനിമാസിലൊക്കെയാണ് പോകുന്നത് കേട്ടോ, ബാംഗ്ലൂരിലെ. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ എത്തുമ്പോഴേക്കും സിനിമ സ്റ്റാർട്ടിങ് എഴുതി കാട്ടുമായിരുന്നു കേട്ടോ. മോഹൻലാലിൻ്റെ ഒരു അടിപൊളി സിനിമ എന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ സത്യം പറയണമല്ലോ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ലൊരു ത്രില്ലർ ഫിലിമാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് അതിലെ വില്ലൻ ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും അവനവൻ്റെ ക്യാരക്ടറിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. ഒരു സ്ഥലത്ത് പോലും ബോറടി തോന്നിയിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമോയെന്ന് അറിയില്ല കേട്ടോ. തുടരും എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും സെക്കൻഡ് പാർട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണം. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. നിങ്ങൾക്ക് എന്തായാലും അയ്യേ എന്നുള്ളൊരു ഫീല് വരില്ല, അത് ഞാൻ ഉറപ്പ് തരാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ തിയേറ്ററിൻ്റെ ഒരു ആംബിയൻസ് വരുന്നത്. നല്ലൊരു തിയേറ്ററാണ്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളീസ് മാത്രമല്ല അവിടെ കാണാൻ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എന്താ പറയുക, സിനിമ അങ്ങനെ തുടങ്ങി കാട്ടുണ്ടായിരുന്നു കേട്ടോ. തുടരും എന്നൊക്കെ അങ്ങോട്ട് എഴുതി കാട്ടുന്ന ടൈമിൽ, കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിയിട്ടോ. ഒരു അടിപൊളി ഫിലിമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് അഭിപ്രായം പറയൂ.